നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ വ്യാഴാഴ്ചയോടെ പുനരാരംഭിച്ചേക്കും. ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ കാർവാർ തുറമുഖത്തെത്തി. KSTP പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നു. ഗതാഗത നിരോധനം 10 ദിവസത്തേക്ക്. കാസർഗോഡ് പൗവലിലെ നഫീസയെ മൺവെട്ടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം. മകൻ നാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മഞ്ചേശ്വരത്ത് പൊതുസ്ഥലങ്ങളിൽ കന്നുകാലി ശല്യം രൂക്ഷം. റോഡുകളിലും മറ്റുമായി അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ അപകട ഭീഷണി ഉയർത്തുന്നു. വൃക്കരോഗികൾക്ക് സാന്ത്വനമായി തമ്പ് മേൽപ്പറമ്പ്. കാസർഗോഡ് CH സെന്ററിന് ഡയാലിസിസ് മെഷീൻ കൈമാറി. ചെറുവത്തൂർ രാമൻചിറ VV സ്മാരക വായനശാലയും വനിതാവേദിയും സംഘടിപ്പിച്ച ഗ്രാമോത്സവം ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ വ്യാഴാഴ്ചയോടെ പുനരാരംഭിച്ചേക്കും. ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ കാർവാർ തുറമുഖത്തെത്തി. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്തുവാനുള്ളത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ സംബന്ധിച്ച് പ്രവൃത്തികൾ വിലയിരുത്തുവാൻ കാർവാറിൽ ഉന്നതതല യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SP M നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നാവികസേനയുടെയും ഈശ്വർ മൽപ്പെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ യോഗത്തിൽ തീരുമാനമായി. അതേസമയം ചൊവ്വാഴ്ച പുലർച്ചെ ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ പ്രതികൂല കാലാവസ്ഥ കാരണം വളരെ പതുക്കെയാണ് കടലിലൂടെ യാത്ര തുടരുന്നത്. വ്യാഴാഴ്ചയോടെ ഷിരൂരിൽ എത്തുവാനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വൈകിയേക്കും. ശനിയാഴ്ചയോടെയെങ്കിലും ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിലെത്തിച്ച് തിരച്ചിൽ നടത്തുവാനാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. ഡ്രഡ്ജർ കാർവാറിൽ നിന്നും ഗംഗാവലി പുഴയിലേക്ക് എത്തുവാൻ 10 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥ മോശമായാൽ ഇതിലും സമയം കൂടും. വേലിയിറക്ക സമയത്താകും ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ 2 പാലങ്ങളിലൂടെയും കടത്തിവിടുക. വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും. ക്രെയിൻ അടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിനടിയിലൂടെ കയറ്റുവാൻ ആ സമയത്ത് ബുദ്ധിമുട്ടുമാണ്. അതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത്. നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുകൂലമാണ്. 10 ദിവസമാണ് ഡ്രഡ്ജർ കമ്പനിയുമായി കരാറെങ്കിലും 5 ദിവസത്തിനകം തന്നെ ദൗത്യം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നു. 10 ദിവസത്തേക്കാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് അധികൃതരുടെ അറിയിപ്പെത്തിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിക്കായി 10 ദിവസത്തേക്ക് പൂർണ്ണമായി അടച്ചിടും. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കടന്നുപോകാൻ സൗകര്യമില്ലാതെ അപകടകരമായ വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന നിലയിലാണ് റോഡ് ഇപ്പോൾ ഉള്ളത്. ആശുപത്രികളിലേക്കും മറ്റും പോകുന്നവർക്കും ഈ റോഡിലൂടെയുള്ള യാത്ര തികച്ചും ദുരിതപൂർണമാണ്. കുണ്ടും കുഴികളും നിറഞ്ഞതിനാൽ ഇവിടെ അപകട ഭീഷണിയും നിലനിൽക്കുന്നു. ഇതോടെയാണ് റോഡ് ഗതാഗതം നിർത്തിവെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നത്. റോഡ് അടച്ചിടുന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങൾ ചെർക്കള വഴിയുള്ള ദേശീയ പാതയിലൂടെയോ മറ്റു വഴികളിലൂടെയോ പോകണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന KSTP പാത പെട്ടെന്നൊരു ദിവസം അടച്ചിടുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നത്തിനായിരിക്കും വഴിവെക്കുക. നിലവിൽ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചട്ടഞ്ചാൽ, ചെർക്കള, നായമാർമൂല, വിദ്യാനഗർ പാതയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. KSTP പാതയിൽ പോകുന്നവർ കാസർകോട്ട് എത്തുവാനും തിരിച്ചു പോകുവാനും ഈ വഴിയിൽ കൂടി പോകണമെന്ന അധികൃതരുടെ നിർദ്ദേശം വാഹനയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും വലിയ ബുദ്ധിമുട്ടായി മാറും. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകണമെന്നാണ് ഡ്രൈവർമാർ അടക്കമുള്ളവരുടെ ആവശ്യം. അടച്ചിട്ടാൽ നമുക്ക് 10 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. അത് എത്രയോ പെട്ടെന്ന് അത് ഓപ്പൺ ആക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ അധ്വാനിച്ചിട്ട് ജീവിക്കുന്ന ഓട്ടോക്കാർക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ബാക്കി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അങ്ങനെ അടച്ചിട്ടുകൊണ്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം അതിന് കാണാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അതുപോലെ
അത് ഒരു ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർലോക്ക് എത്രത്തോളം പരിഹാരം എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർലോക്ക് ചെയ്തിട്ട് കുറേ പ്രാവശ്യം അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ വെട്ടിപ്പൊളിഞ്ഞ് പോവുകയാണ്. പിന്നെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് ഏകദേശം 10 ദിവസം ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായൊരു പരിപാടിയാണിത്. പിന്നെ ഇതിലെ പുലിക്കുന്നിലെ 2 സൈഡും കൂടി ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നു പറയുന്നുണ്ട്. എന്നാലും അത് ബ്ലോക്കായിട്ട് മാറും. അത് റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന പുലിക്കുന്ന് ജംഗ്ഷനിൽ 45 മീറ്റർ ഇന്റർലോക്ക് ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചാൽ മാത്രമേ പണി ചെയ്യാൻ പറ്റൂവെന്നും നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ പണികൾ പൂർത്തിയാക്കി റോഡ് തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള റോഡ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതേ തുടർന്നാണ് അധികൃതർ അറ്റകുറ്റപ്പണിക്കായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം 10 ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളത്. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ഗാഥ ശ്രീജിത്ത്, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് പൗവലിൽ മാതാവിനെ മകൻ ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. പൗവൽ പെട്രോൾ പമ്പിന് സമീപത്തെ നഫീസയെ മകൻ നാസർ ചുമരിലേക്ക് പിടിച്ചു തള്ളിയും മൺവെട്ടികൊണ്ട് തലയ്ക്കടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ ആദൂർ പോലീസ് നാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. പ്രകോപിതനായ നാസർ മാതാവ് നഫീസയെ ചുമരിലേക്ക് തള്ളിയിടുകയും പിന്നീട് പുറത്തു വന്ന് മൺവെട്ടിക്കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന മൂത്ത സഹോദരൻ മജീദിനും അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ അടിയേറ്റു. ബഹളം കേട്ട് ബന്ധുക്കളും പരിസരവാസികളും ഓടിയെത്തി ഇരുവരെയും ചെങ്കള സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നഫീസയുടെ ജീവൻ രക്ഷിക്കാനായില്ല. നാസറിനെ പ്രദേശവാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പ്രതി നാസർ മാനസിക പ്രയാസം നേരിടുന്ന ആളാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് ആദൂർ പോലീസ് സൂചിപ്പിച്ചു. മകന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാത്തതിനാൽ പ്രായമായ പിതാവ് അബ്ദുള്ള കുഞ്ഞിയെ ബന്ധുവീട്ടിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. മാനസിക പ്രശ്നമുള്ളതിനാൽ നാസറിന് ചികിത്സ നൽകി വന്നിരുന്നു. വീട്ടിൽ നിന്നും പുറത്തുവിടാതെ മുറിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഭക്ഷണമുണ്ടാക്കി നൽകേണ്ടത് കൊണ്ടാണ് മാതാവിനെ വീട്ടിൽ നിർത്തിയത്. നഫീസയുടെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബുധനാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അറസ്റ്റ് രേഖപ്പെടുത്തിയ നാസറിനെ കോടതിയിൽ ഹാജരാക്കി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് പൊതുസ്ഥലങ്ങളിൽ കന്നുകാലി ശല്യം രൂക്ഷം. റോഡുകളിലും മറ്റുമായി അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഞ്ചേശ്വരത്ത് പൊതുസ്ഥലങ്ങളിലെ കന്നുകാലി ശല്യം ജനജീവിതത്തെ തന്നെ ബാധിക്കുന്നു. റോഡുകളിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും കന്നുകാലികൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുകയാണ്. റോഡുകൾ കയ്യേറുന്ന കന്നുകാലികൾ വാഹന ഡ്രൈവർമാർക്ക് അപകട ഭീഷണിയാവുകയാണ്. ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന കന്നുകാലികൾ കാൽനടയാത്രക്കാരുൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാകുന്നു. പ്രധാന റോഡുകളും ചന്തകളും ബസ് സ്റ്റാൻഡുകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കന്നുകാലികൾ സ്ഥിരമായി താവളമടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കന്നുകാലികളെ വളർത്തുന്നവർ അവയെ അഴിച്ചുവിടുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കന്നുകാലികളെ ഉടമസ്ഥർ അഴിച്ചുവിടാതെ സ്വന്തം സ്ഥലത്ത് വളർത്തണം. ഇല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഇടപെട്ട് പൊതുസ്ഥലങ്ങളിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടികൂടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വൃക്കരോഗികൾക്ക് സാന്ത്വനമായി തമ്പ് മേൽപ്പറമ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് CH സെന്ററിന് ഡയാലിസിസ് മെഷീൻ കൈമാറി. വൃക്കരോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് യൂണിറ്റിലേക്കാണ് ഡയാലിസിസ് മെഷീൻ കൈമാറിയത്. മേൽപ്പറമ്പ് ടൗണിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചെക്ക് കൈമാറി. കഴിഞ്ഞ 42 വർഷമായി കാസർഗോഡ് ജില്ലയിലെ കലാകായിക സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന തമ്പു മേൽപ്പറമ്പ് വൃക്കരോഗികൾക്ക് സാന്ത്വനമായി CH സെന്റർ കാസർഗോഡിന് ഡയാലിസിസ് മെഷീൻ കൈമാറി. കാസർഗോഡ് വിൻടച്ച് ഹോസ്പിറ്റലിൽ CH സെന്റർ പുതുതായി ആരംഭിക്കുന്ന പാവപ്പെട്ട വൃക്കരോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് യൂണിറ്റിലേക്കാണ് തമ്പ് ഡയാലിസിസ് മെഷീൻ കൈമാറിയത്. മേൽപ്പറമ്പ് ടൗണിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജിക്ക് ഡയാലിസിസ് മെഷീനുള്ള തുകയുടെ ചെക്ക് കൈമാറി. ജില്ലയിൽ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയും നിലവിൽ ഡയാലിസിസ് കേന്ദ്രങ്ങളുടെയും മെഷീനുകളുടെയും എണ്ണം രോഗികളെ ചികിത്സിക്കാൻ അപര്യാപ്തവുമാണ്. പാവപ്പെട്ട കുടുംബത്തിലെ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തിക ചെലവ് കണക്കിലെടുത്ത് തമ്പ് പോലുള്ള സംഘടനകൾ ചെയ്യുന്ന ഇത്തരം സഹായങ്ങൾ മാതൃകാപരമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു.
CH സെൻറ്റർ വ്യാപകമായി ഡയാലിസിസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സെൻറ്ററാണ്. അതുകൊണ്ട് ആ സെൻറ്ററിനാണ് ഇന്ന് തമ്പ് ഈ മെഷീൻ്റെ തുകയായ 7,50,000 രൂപ അനുവദിച്ചിരിക്കുന്നത്. തമ്പ് ഈ മേഖലയിൽ നടത്തുന്ന സ്തുത്യർഹമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടുന്ന് ഏറ്റുവാങ്ങുന്ന CH സെൻറ്റർ അത് സമാനതകളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും ചെയ്യുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് CH സെൻറ്റർ. അപ്പോൾ അവരും ഇന്ന് ഇത് ഏറ്റുവാങ്ങി പരമാവധി ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമ്മൾ എല്ലാവരും നമ്മളെ കൊണ്ടാകാവുന്ന സഹായം ഇത്തരം രോഗാതുരമായ സമൂഹത്തിൽ നിന്ന് അവർ രക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായ കടമയും കർത്തവ്യവും നമ്മുടെ ഉത്തരവാദിത്വവും. ഈ സായാഹ്നം ഒരുക്കിയ തമ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരിനിയും പടർന്ന് പന്തലിച്ച് കാസർഗോഡിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു വടവൃക്ഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചടങ്ങിൽ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് തമ്പ് നൽകുന്ന ചികിത്സാ ധനസഹായം NA നെല്ലിക്കുന്ന് MLA കൈമാറി. അതോടൊപ്പം പരമനടക്കം വൃദ്ധസദനത്തിലേക്ക് തമ്പ് നൽകുന്ന റെഫ്രിജറേറ്റർ ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ കൈമാറി. തമ്പ് പ്രസിഡന്റ് സൈഫുദ്ദീൻ കട്ടക്കാൽ അധ്യക്ഷത വഹിച്ചു. CH സെന്റർ വൈസ് ചെയർമാൻ കരീം സിറ്റിഗോൾഡ്, ജനറൽ കൺവീനർ മാഹിൻ കേളോട്ട്, തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, മേൽപ്പറമ്പ് ജുമാ മസ്ജിദ് സെക്രട്ടറി SK മുഹമ്മദ്, മുൻ മന്ത്രി CT അഹമ്മദ് അലി, 18ാം വാർഡ് മെമ്പർ സഹദുള്ള, തമ്പ് ചാരിറ്റി വിംഗ് ചെയർമാൻ ഇസുദ്ദീൻ തോട്ടത്തിൽ, അഭയ ട്രസ്റ്റ് ഖയ്യൂം മാനിയ, GHSS ചന്ദ്രഗിരി OSA സൈഫുദ്ദീൻ മാക്കോട്, ചന്ദ്രഗിരി ക്ലബ് പ്രസിഡന്റ് ഷെരീഫ് സലാല, മേൽപ്പറമ്പ് ജിങ്ഖാന സെക്രട്ടറി ഷംസീർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ വിജയൻ മാഷ് സ്വാഗതവും തമ്പ് ജനറൽ സെക്രട്ടറി പുരുഷോത്തമൻ ചെമ്പരിക്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അസുഖം ബാധിച്ച് ഗുരുതര നിലയിൽ കഴിയുന്ന യുവതിയായ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർ ഷാൻ തലശ്ശേരി നടത്തുന്ന ജീവകാരുണ്യ യാത്ര ആദ്യ ജില്ല പിന്നിട്ടു. 1,62,00,000 രൂപ പൂർത്തീകരിക്കുന്ന ജില്ലയിൽ യാത്ര അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തകരുടെ യാത്ര. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ അത്യപൂർവമായ ക്യാൻസർ ബാധിച്ച് ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുന്ന 27 വയസ്സ് മാത്രം പ്രായമുള്ള ഫരീദയുടെ ജീവൻ രക്ഷിക്കാൻ സഹായ അഭ്യർത്ഥനയുമായാണ് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർ ഷാൻ തലശ്ശേരിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ യാത്ര നടത്തുന്നത്. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് സോഷ്യൽ മീഡിയ വഴി ലോകമെമ്പാടും ചാരിറ്റി വീഡിയോ എത്തിച്ച് പണം സ്വരൂപിക്കുന്നതിനിടയിൽ 14ഓളം വരുന്ന അക്കൗണ്ടുകൾ ബ്ലോക്കാവുകയും ചികിത്സ വൈകുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇങ്ങനെയൊരു ജീവകാരുണ്യ യാത്ര നടത്തേണ്ടി വന്നതെന്ന് അമർ ഷാൻ തലശ്ശേരി പറഞ്ഞു. 2 പിഞ്ചുമക്കളുടെ മാതാവായ ഫരീദ എന്ന വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാനായി 6 മാസം ചികിത്സ പൂർത്തീകരിക്കാൻ 1,62,00,000 രൂപയാണ് മലബാർ ക്യാൻസർ സെന്റർ പറഞ്ഞിട്ടുള്ളത്. 1 മാസം 4 തവണ നൽകുന്ന കുത്തിവയ്പ്പിന് 27 ലക്ഷം രൂപ ചിലവ് വരും. മുടക്കമില്ലാതെ 6 മാസം ചികിത്സ നടത്തണം. ഗുരുതരമായ രോഗത്തിന് ചികിത്സയിലുള്ള ഫരീദയുടെ വാക്കുകൾ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതാണ്. എനിക്ക് മരിക്കാൻ ഭയമില്ല, പക്ഷേ എൻ്റെ പിഞ്ചുമക്കളുടെ മുഖങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ മരിച്ചാലും എൻ്റെ കണ്ണടയുകയില്ല എന്ന വാക്കുകൾ കേട്ടതോടെയാണ് ജനങ്ങളോട് നേരിട്ട് ചെന്ന് കാര്യം അവതരിപ്പിക്കാനായി ഇവർക്ക് ജീവകാരുണ്യ യാത്ര നടത്താനുള്ള പ്രേരണയായത്. അത്യപൂർവമായ PNH എന്ന മാരക രോഗം മൂലം ഓക്സിജൻ മെഷീന്റെ സഹായത്തിലാണ് ഫരീദ ജീവിക്കുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ള ജീവകാരുണ്യ യാത്രയിൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സ്വരൂപിക്കുകയും സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി വീഡിയോ ഷെയർ ചെയ്യിക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടാണ് യാത്ര നടത്തുന്നത്. മഞ്ചേശ്വരത്ത് നിന്ന് ഒരാഴ്ച മുൻപ് ആരംഭിച്ച യാത്ര ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 7 ദിവസമായി പര്യടനം നടത്തിയാണ് ജില്ലയിലെ സമാപന യോഗം തൃക്കരിപ്പൂരിൽ നടന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജീവകാരുണ്യ യാത്രയ്ക്ക് തൃക്കരിപ്പൂർ തണൽ ബ്ലഡ് ഡോണേഴ്സ് സഹകരണത്തോടെ നൽകിയ സ്വീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മുൻ MLA MC ഖമറുദ്ദീൻ, ഡോക്ടർ OT നബീൽ, അസ്ലം കൈതക്കാട്, OT ജലീൽ, നാസർ കൊക്കാക്കടവ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജീവകാരുണ്യ യാത്രയിൽ അമർ ഷാൻ തലശ്ശേരിക്കൊപ്പം നിസാർ ഉദുമ, ഫായിസ് കണ്ണൂർ, അസീസ് മാണിക്കോത്ത്, ഇല്യാസ് തൃശൂർ, MK നൂറുദ്ദീൻ, സുബി അടിവാരം, ആബിദ കൊടിയേരി, ഷാഫി മധുർ, സുബൈദ പെരുമ്പട്ട, റസാഖ് തൃശൂർ എന്നിവർ സ്ഥിരം അംഗങ്ങളാണ്. ഫരീദയുടെ ചികിത്സയ്ക്കാവശ്യമായ 1,62,00,000 രൂപ സ്വരൂപണം പൂർത്തിയാക്കുന്ന ജില്ലയിൽ യാത്ര അവസാനിപ്പിക്കുമെന്ന് യാത്രാനായകൻ അമർ ഷാൻ പറഞ്ഞു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ഡിവൈഎഫ്ഐ വളവന്തെടുക്ക യൂണിറ്റിന്റെയും പഞ്ചമി ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഒന്നിച്ചോണം പരിപാടി സംഘടിപ്പിച്ചു. ബീജന്തടുക്ക അസീസി സ്നേഹാലയത്തിലെ അമ്മമാർക്കൊപ്പം സംഘടിപ്പിച്ച പരിപാടി യുവ എഴുത്തുകാരി കവിത എം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വളവന്തെടുക്ക യൂണിറ്റിന്റെയും പഞ്ചമി ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഒന്നിച്ചോണം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി വേറിട്ട അനുഭവമായി. ബീജന്തടുക്ക അസീസി സ്നേഹാലയത്തിലെ അമ്മമാർക്കൊപ്പമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. പരിപാടി യുവ എഴുത്തുകാരി കവിത എം ഉദ്ഘാടനം ചെയ്തു. രാജേഷ് പാണ്ഡ്യയും കൂട്ടരും അവതരിപ്പിച്ച പാട്ടും വർത്താനവും തിരുവാതിരയും മത്സരങ്ങളും അമ്മമാരെ ഏറെ രസിപ്പിച്ചു. വിഭവസമൃദ്ധമായ സദ്യയോടെ അമ്മമാരുടെ വയറും മനസ്സും നിറച്ചാണ് അവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മൊക്രാൽ പുത്തൂരിലെ ഫ്രണ്ട്സ് അരണഗുട്ടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം 2024 ശ്രദ്ധേയമായി. മോഹൻ ഷെട്ടി മണ്ഡമെ ദീപം തെളിയിച്ച് ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലെ ഫ്രണ്ട്സ് അരണഗുഡയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. മോഹൻ ഷെട്ടി മണ്ഡമെ ദീപം തെളിയിച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ പ്രസിഡന്റായ സന്ദേശ് അരണഗുഡെ സ്വാഗത പ്രസംഗം നടത്തി. ഗീതാ ബാലൻ മജൽ, ചന്ദ്രശേഖർ ഹൊസമനെ, പ്രസാദ് ബദ്രടുക്ക, ഭാസ്കര ബദ്രടുക്ക, പ്രകാശ് അരണഗുഡെ എന്നിവർ ഓണത്തെക്കുറിച്ച് സംസാരിച്ചു. 2023-24 SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. രാത്രിയോടെ കുട്ടികളുടെ നൃത്യങ്ങളും ഓണക്കളികളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായ ഉദയ അംച്ചിക്കര ഓണാഘോഷ പരിപാടിയെക്കുറിച്ച് സംസാരിച്ചു. ക്ലബിന്റെ സെക്രട്ടറിയായ ചരൺ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ രാമൻചിറ വി സ്മാരക വായനശാലയും വനിതാവേദിയും ചേർന്ന് സംഘടിപ്പിച്ച ഗ്രാമോത്സവം സമാപിച്ചു. കായിക സാംസ്കാരിക പരിപാടികളോടെ നടന്ന ഗ്രാമോത്സവ സമാപന യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ രാമൻചിറ വി സ്മാരക വായനശാലയും വനിതാവേദിയും ചേർന്ന് സംഘടിപ്പിച്ച ഗ്രാമോത്സവം സമാപിച്ചു. കായിക സാംസ്കാരിക പരിപാടികളോടെ നടന്ന ഗ്രാമോത്സവ സമാപന യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള ഉദ്ഘാടനം ചെയ്തു. പുരുഷ വനിത കമ്പവലി, ഊഹത്തൂക്കം തുടങ്ങി രസകരമായ 16 ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മുതൽ 60 കഴിഞ്ഞവർക്ക് വരെയുള്ള വിവിധ കായിക സാംസ്കാരിക പരിപാടികൾ നടന്നു. കെ മിനി അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രൻ, M പുഷ്പ, PV അജിത, K കുമാരൻ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് V ചന്ദ്രൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ വ്യാഴാഴ്ചയോടെ പുനരാരംഭിച്ചേക്കും. ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ കാർവാർ തുറമുഖത്തെത്തി. KSTP പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നു. ഗതാഗത നിരോധനം 10 ദിവസത്തേക്ക്. കാസർഗോഡ് പൗവലിലെ നഫീസയെ മൺവെട്ടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം മകൻ നാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മഞ്ചേശ്വരത്ത് പൊതുസ്ഥലങ്ങളിൽ കന്നുകാലി ശല്യം രൂക്ഷം. റോഡുകളിലും മറ്റുമായി അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ അപകട ഭീഷണി ഉയർത്തുന്നു. വൃക്ക രോഗികൾക്ക് സാന്ത്വനമായി തമ്പ് മേൽപ്പറമ്പ്. കാസർഗോഡ് CH സെന്ററിന് ഡയാലിസിസ് മെഷീൻ കൈമാറി. ചെറുവത്തൂർ രാമൻചിറ വി സ്മാരക വായനശാലയും വനിതാവേദിയും സംഘടിപ്പിച്ച ഗ്രാമോത്സവം ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.